യഹൂദന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ. നന്ദി കെട്ട അവന്മാർ ഇപ്പോൾ ഈ വിളിച്ചുകൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് സ്ഥലം കൊടുത്ത് താമസിപ്പിച്ചവന്മാരെ ഗാസയിൽ കയറി ആക്രമിച്ച് കൊല്ലുവാണ്. ഈ യഹൂദൻ്റെ ദേവാലയം മുഴുവൻ കാലിഫമാർ സർക്കാർ ഫണ്ടിൽ നിന്ന് പഠിച്ചു കൊടുത്തു. എന്നിട്ട് യഹൂദന്മാരവിടെ കൊണ്ട് താമസിപ്പിച്ചു. അവൻ്റെ ആചാരപ്രകാരം വിശ്വസിച്ചോളാൻ പറഞ്ഞു. യഹൂദന്മാരെ സ്പെയിനിൽ കൂട്ടക്കൊല ചെയ്തു. 2 ലക്ഷം പേരെ കൊന്നു. ഫെർഡിനാൻഡിസമല്ല. നെപ്പോളിയൻ്റെ യുദ്ധകാലത്ത് 5 ലക്ഷം യഹൂദന്മാരെ കൊന്നു. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നു. യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ യഹൂദന്മാർ അമേരിക്ക ചെല്ലാൻ പറഞ്ഞു. റോക്ക്ഫെല്ലർ ഒക്കെ ഇങ്ങോട്ട് കയറിയേക്കുന്നു. യഹൂദന്മാർ 4 കപ്പലിൽ കയറി ബ്ലാക്ക് സീ കോസ്റ്റ് ചെയ്യാൻ നോക്കി. ബ്രിട്ടീഷ് പട്ടാളം സമ്മതിച്ചില്ല. 4 കപ്പൽ കടലിൽ മുക്കി യഹൂദന്മാരെ കൊന്നു. പക്ഷെ പാലസ്തീനിലെ മുസ്ലിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒരേ അബ്രഹാം നബിയുടെ മക്കളാണ്, നിങ്ങളിവിടെ വന്നോ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഈ യഹൂദന്മാരെ, ക്രിസ്ത്യാനികൾ കൊന്നുകൊണ്ടിരുന്ന യഹൂദന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ. നന്ദി കെട്ട അവന്മാർ ഇപ്പോൾ ഈ വിളിച്ചുകൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് സ്ഥലം കൊടുത്ത് താമസിപ്പിച്ചവന്മാരെ ഗാസയിൽ കയറി ആക്രമിച്ച് കൊല്ലുവാണ്. ഇസ്ലാമിൽ എന്നെപ്പോലൊരു ക്രിസ്ത്യാനി കണ്ട ചില അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ ചരിത്രം കൊണ്ട് എടുക്കുമ്പോൾ ഇപ്പോൾ ഇസ്ലാം വന്ന് നിൽക്കുന്നത് അവിശ്വസനീയമായ ഒരു കണക്കിലാണ്. 67 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഈ 67 ഇസ്ലാമിക രാജ്യങ്ങളുടെ ആകെ ഏറിയ 3,30,00,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ, ഭാരതത്തിൻ്റെ ടോട്ടൽ ഏരിയ 32 ലക്ഷമാണ്. ഇന്ത്യയുടെ 11 ഇരട്ടിയാണ് ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളുടെ വിസ്തീർണം, 3,30,00,000 കിലോമീറ്റർ. ഇസ്ലാമിൻ്റെ ആകെ ജനസംഖ്യ അത്ഭുതാവഹമാണ്. 2ാം ലോകയുദ്ധം കഴിഞ്ഞപ്പം സുന്നി മുസ്ലിങ്ങൾ 7 കോടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 77 വർഷം കൊണ്ട് സുന്നി മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 170 കോടി ക്രോസ് ചെയ്തിരിക്കും. 170 crores. ആണ്ടിൽ 10%, 12%ലാണ് ഇസ്ലാമിൻ്റെ വളർച്ച, സുന്നി ഇസ്ലാമിൻ്റെ വളർച്ച. 7 കോടി 8 കോടി 2ാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സുന്നികൾ ഇപ്പോൾ 170 കോടി ക്രോസ് ചെയ്തു. 2ാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ ഷിയ മുസ്ലിങ്ങൾ എല്ലാം കൂടി 1.5 കോടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷിയ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 24 കോടിയായി മാറിയിരിക്കുകയാണ്. 24 കോടി. പിന്നെ മുസ്ലിങ്ങളുടെ മറ്റു ചില അവാന്തര വിഭാഗമുണ്ട്. 16ഓളം വേറെ വിഭാഗം ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് ഇതിനൊന്നും പേരൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ബാക്കിയുള്ള അവാന്തര വിഭാഗങ്ങളെല്ലാം കൂടി 24 കോടി ക്രോസ് ചെയ്തിരിക്കുന്നു. അതായത് ലോകത്തിലെ ടോട്ടൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 216 കോടിയായി മാറിയിരിക്കുന്നു. പെർ ഇയർ ഇസ്ലാം വർദ്ധിക്കുന്നത് 8%, 9% വെച്ചിട്ടാണ്. അമേരിക്കയിൽ ക്രിസ്ത്യാനികൾ കഴിഞ്ഞാൽ പിന്നെ യഹൂദന്മാരായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ യഹൂദന്മാരുടെ 45 ലക്ഷം ഉള്ളപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മുസ്ലിങ്ങൾ 62 ലക്ഷമായി മാറിയിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ ലണ്ടനിലെ മേയർ മുസ്ലിമാണ്. ലണ്ടനിലെ 14 പട്ടണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പട്ടണങ്ങളാണ്. അവിടെ എല്ലാം മേയർമാർ മുസ്ലിങ്ങളാണ്. അമേരിക്കയിലെ 7 പട്ടണം മുസ്ലിം മെജോറിറ്റിയാണ്. അവിടുത്തെ മേയർമാർ മുസ്ലിംസാണ്. അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവിശ്വസനീയം, അൺബിലീവബിൾ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ എന്താണ് ഈ ലോകത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 14 നൂറ്റാണ്ട് ഇസ്ലാമിൽ കണ്ട മഹത്വം? ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം അംഗസംഖ്യ കൊണ്ടല്ല ഇസ്ലാം വളർന്നത്. 3 ലക്ഷം വരുന്ന അറബികൾ 1 കോടി ജനങ്ങളെ കീഴടക്കാൻ പറ്റുമോ? പറ്റുകയല്ല. അവർ ഭരിക്കുന്ന രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 1%, 2%ആണ് 5 നൂറ്റാണ്ട്. അത് കഴിഞ്ഞാണ് സിറ്റുവേഷൻ മാറിയത്. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള കാരണം ഇസ്ലാമിനെ നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിൽ എന്നെപ്പോലൊരു ക്രിസ്ത്യാനി കണ്ട ചില അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് പരിശുദ്ധ പ്രവാചകൻ ഏകദൈവ വിശ്വാസം ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. ലോകത്തിലെ നദീതര സംസ്കാരങ്ങളിലൊക്കെ തന്നെ ആയിരക്കണക്കിന് ദേവന്മാരാണ്. ഹിന്ദു മതത്തിൽ 33 കോടി ദേവന്മാരുണ്ട്. ലോകത്തിൽ ഏകദൈവ വിശ്വാസം ആദ്യം കൊണ്ടുവന്നത് ക്രിസ്തുവിന് 1360 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന അക്കനാത്തോൺ എന്നൊരു ഫറോ രാജാവാണ്. അയാൾ പറഞ്ഞ സൂര്യഭഗവാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു ദേവനെ ഞാൻ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. 13 വർഷം ശേഷം ഇദ്ദേഹം കൊല്ലപ്പെടുകയോ ഓടി രക്ഷപ്പെടുകയോ ചെയ്ത് ഇയാൾ രക്ഷപ്പെടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് യഹൂദന്മാർ ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്നു. യഹോവ, യാവേ എന്നൊരു ദൈവത്തിൽ മാത്രം വന്നു. പക്ഷേ യഹൂദന്മാർ കഴിഞ്ഞ് ക്രിസ്തുമതം എത്തിയപ്പോഴേക്കും ത്രിയേക ദൈവം എന്നൊരു കൺസെപ്റ്റായി. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവ്, ഇവർ 3 ഒന്നാണെന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ലോകം ഇങ്ങനെ വിഭജിച്ച് നിൽക്കുമ്പോൾ
പരിശുദ്ധ പ്രവാചകൻ അള്ളാഹു എന്ന ഏക ദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇതൊരു റിലീജിയസ് തിങ്കിങ്ങിലെ ഒരു വിപ്ലവമാണ്. ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ ദൈവത്തെ പരിശുദ്ധ പ്രവാചകൻ വിളിച്ചത് പരമകാരുണികനായ ദൈവമെന്നാണ്. പരിശുദ്ധ പ്രവാചകൻ അനുഭവിച്ചതിൻ്റെ 100-1 നിങ്ങളോ ഞാനോ അനുഭവിച്ചാൽ നമ്മൾ നിരീശ്വര വിശ്വാസിയാവും, യാതൊരു സംശയം വേണ്ട. അപ്പനെ കണ്ടിട്ടില്ല, ഗർഭത്തിൽ വെച്ച് അച്ഛൻ മരിച്ചുപോയി. 6 വയസ്സായപ്പോൾ അമ്മ മരിച്ചു. സംരക്ഷകനായ മുത്തലിബ് 8 വയസ്സായപ്പോൾ മരിച്ചു. അനാഥ ബാല്യം. കല്യാണം കഴിച്ചു. 2 ഭാര്യമാർ മരിച്ചു. പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മരിച്ചു. 2 ഭാര്യമാർ. അദ്ദേഹത്തിന് മക്കളുണ്ടായി. 6 മക്കൾ അദ്ദേഹം ജീവനോടിരിക്കുമ്പോൾ മരിച്ചു. ഫാത്തിമ ഒഴിച്ച് ബാക്കി മുഴുവൻ കുട്ടികളും പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ മരിച്ചു. നമ്മുടെയൊക്കെ ഒരു കുട്ടി മരിച്ചാൽ നമ്മൾ സഹിക്കുമോ? 6 കുട്ടികൾ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ മരിച്ചു. മൂത്ത മോളെ ബാറ്റിൽ ബദറിന് ശേഷം മക്കയിലുള്ള ആളുകൾ ഒട്ടകത്തിനപ്പുറത്തുനിന്ന് കുന്തത്തെ കുട്ടി താഴെ ഇറക്കി കൊന്നു. ഒരു മകൾ കൊല്ലപ്പെട്ടു. 2 മക്കൾക്ക് വിവാഹമോചനം ഉണ്ടായി. 2 പെൺമക്കൾ ഡൈവോഴ്സ്ഡായി. 2 ഡൈവോഴ്സ്. ഒരു മോൾ കൊല്ലപ്പെട്ടു. 6 കുട്ടികൾ മരിച്ചു. 4 വധശ്രമങ്ങൾ. കഷ്ടിച്ച് 2 വധശ്രമത്തിൽ നിന്ന് പ്രവാചകൻ രക്ഷപ്പെട്ടത് അത്ഭുതം എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 4 വധശ്രമങ്ങൾ. ഇത്രയും പീഡനം ഒരു മനുഷ്യൻ ഏറ്റിട്ട് ആ പരിശുദ്ധ പ്രവാചകൻ ഇതൊക്കെ തനിക്ക് അനുഭവിക്കാൻ ഇടവരുത്തിയ പരിശുദ്ധ ദൈവത്തെ അദ്ദേഹം പരിശുദ്ധ പ്രവാചകൻ വിളിച്ചത് പരമകാരുണികനായ അള്ളാഹു എന്നാണ്. ഇവിടെയാണ് ഈശ്വര സങ്കല്പത്തിൻ്റെ ഒരു മഹത്വം, ആ ഏകദൈവ വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ വളരെ ശ്രദ്ധേയമായി കൈവച്ച ഒരു മേഖലയാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. മനുഷ്യനുള്ള അവകാശങ്ങൾ, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള അവകാശം. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോരുത്തർ ഞങ്ങൾ പ്രത്യേകം, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. യഹൂദൻ്റെ വിചാരം ദൈവം അവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അവൻ ദൈവം തിരഞ്ഞെടുത്താണ്, ബാക്കി ഈ ലോകത്തിലുള്ള 800 കോടി ജനവും ദൈവത്തിൻ്റെ ആളല്ലെന്നാണ് യഹൂദൻ പറയുന്നത്. പക്ഷേ ഈശ്വരൻ ഭൂമിയിലെ മനുഷ്യനെ തിരഞ്ഞെടുക്കും. എല്ലാവരും തുല്യരാണ്. അറഫ പ്രസംഗത്തിൽ പ്രവാചകൻ പറയുകയാണ്, യഹൂദനെന്നോ ക്രിസ്ത്യാനിയെന്നോ കാട്ടിയാദിക്കാരനെന്നോ യാതൊരു വ്യത്യാസവും നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മളെല്ലാവരും ഒരേ അമ്മയും അപ്പനും പെറ്റ മക്കളാണ്. രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് സെക്കുലറിസം. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുകയാണ്. തുല്യ പ്രാധാന്യം. മതങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. പ്രവാചകനും യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പ്രമാണികളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വാങ്ക് വിളിച്ചു. അപ്പോൾ യഹൂദൻ്റെ നേതാവും ക്രിസ്ത്യാനിയുടെ പുരോഹിതനും ചാടി പുറത്തിറക്കാൻ നോക്കി. പ്രവാചകൻ ചെങ്ങോട്ട് പോവാ, അല്ല അങ്ങ് നിസ്കരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. പ്രവാചകൻ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളപ്പുറത്തോട്ട് മുട്ടുകുത്തിക്കോ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിച്ചോളാം, ഒരു കുഴപ്പമില്ലെന്ന്. ഒരേ സ്ഥലത്ത് പ്രവാചകനും യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാരും മുട്ടുകുത്തി ഒരേ സ്ഥലത്ത് പ്രാർത്ഥിച്ചു. ഇതാണ് പ്രവാചകൻ. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പ്രവാചകൻ വിളിച്ചു കുത്ബ പീപ്പിൾ ഓഫ് ദ ബുക്ക്. ഹോളി ബുക്ക് കോമൺ ആണ്. യഹൂദന്മാർ തോറ എന്ന് വിളിക്കുന്നതും ക്രിസ്ത്യാനികൾ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നതും മുസ്ലിങ്ങൾ തൗറാത്ത് എന്ന് വിളിക്കുന്നത് ഒരേ ബുക്കാണ്. ഞങ്ങൾ ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നതും മുസ്ലിങ്ങൾ ഇഞ്ചീൽ എന്ന് പറയുന്നതും ഒരേ ബുക്കാണ്. പീപ്പിൾ ഓഫ് ദ ബുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പോൾ എല്ലാ മതങ്ങൾക്കും ഇസ്ലാം മതം ഭരിക്കുന്ന സ്ഥലത്ത് പ്രൊട്ടക്ഷൻ കൊടുത്തു. ഇറാഖ് മുസ്ലിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയത് 1500 വർഷമായി. ഇറാഖിലാണ് ക്രിസ്ത്യാനികളുടെ പാത്രീസ് ഇരിക്കുന്നത്, അന്തോക്കിയിലെ പാത്രീസ്. 1500 വർഷമായി അന്തോക്കിയിലെ പാത്രീസ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 7 ബിഷപ്പ്മാരും ലക്ഷക്കണക്കിന് വിശ്വാസികളും ഇറാഖിൽ 1500 കൊല്ലമായിട്ട് താമസിക്കുന്നു. ഒരു കുഴപ്പമില്ല. സദാം ഹുസൈൻ്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ്, പേര് കേട്ട നമ്മൾ വിചാരിക്കും മുസ്ലിമാണ്. താരിഖ് അസീസ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ്. ഇറാഖിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് സദാം ഹുസൈൻ ഇരുത്തിയിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്, താരിഖ് അസീസ്. ഹറൂൺ റഷീദ് വിശ്വപ്രസിദ്ധനായ രാജാവാണ്, ചക്രവർത്തിയാണ്. ഹറൂൺ റഷീദിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ക്രിസ്ത്യാനിയാണ്. ഹറൂൺ റഷീദ് ക്രിസ്ത്യാനിയാണ് പ്രധാനമന്ത്രിയായിട്ട് വെച്ചിരുന്നത്. ഇസ്ലാം മതം ഭരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഈജിപ്ത് ഇസ്ലാം ഭരിക്കാൻ തുടങ്ങിയിട്ട് 1500 വർഷം കഴിഞ്ഞു. ഈജിപ്തിലെ പാത്രഗീസ്, അലക്സാണ്ട്രിയയിലെ പാത്രഗീസും കൈറോയിലെ പാത്രഗീസും സുഖമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. കോപ്റ്റിക് പാത്രഗീസിൻ്റെ കീഴിൽ 120 ബിഷപ്പുമാരും ഈജിപ്തിലെ ജനസംഖ്യയിൽ 20% ക്രിസ്ത്യാനികളാണ്. 1400 കൊല്ലമായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും
ഏകോദര സഹോദരങ്ങളെ പോലെ ഈജിപ്തിൽ ജീവിക്കുന്നു. മൈനോറിറ്റീസിനെ മുസ്ലിംസ് ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല, ഒരു കുഴപ്പവും. ഇന്ത്യയിൽ വന്നു, അക്ബർ ചക്രവർത്തി ഹിന്ദുവായ സ്ത്രീയെ കല്യാണം കഴിച്ചു, ജോധാബായിയെ കല്യാണം കഴിച്ചു. ജോധാബായിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ചക്രവർത്തിയുടെ വീടിന് നേരെ ചേർന്നൊരു ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്തു അക്ബർ. ജോധാബായി മുസ്ലിമാണെന്ന് അക്ബർ ആവശ്യപ്പെട്ടോ? ഇല്ല. ജോധാബായി ഹിന്ദുവായിട്ട് ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് നേരെ 50 മീറ്റർ നടന്ന് ഞാൻ ഫത്തേപൂർ സിക്രിയിൽ കണ്ടിട്ടുണ്ട് ഈ ജോധാബായിക്ക് പണിഞ്ഞു കൊടുത്ത ക്ഷേത്രം. ജോധാബായി പ്രസവിച്ച കുട്ടിയാണ് സലീം, അവനെയാണ് പിൻഗാമിയാക്കിയത്. മുസ്ലിം സ്ത്രീ പ്രസവിച്ച 3 മക്കൾ വേറെ ഉണ്ടായിരുന്നു, അവനെയൊന്നുമല്ല അക്ബർ പിൻഗാമിയാക്കിയത്. ഈ ഹിന്ദു സ്ത്രീ പ്രസവിച്ച മോനെ പിൻഗാമിയാക്കി. ഔറംഗസീബിനെ പറ്റി ബ്രിട്ടീഷുകാർ പറഞ്ഞതൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഔറംഗസീബിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? തേജ് ബഹാദൂർ, ഹിന്ദുവാണ്. ഔറംഗസീബിൻ്റെ സൈന്യം 85% ഹിന്ദുക്കളാണ്. ഔറംഗസീബ് ക്ഷേത്രം പൊളിച്ചെന്ന് പറഞ്ഞ കണ്ടക്കാണ്. ഔറംഗസീബ് ക്ഷേത്രം പൊളിക്കാൻ പറഞ്ഞുകൊണ്ടല്ലോ, ഔറംഗസീബിൻ്റെ സൈന്യം ഔറംഗസീബിനെ വെട്ടിക്കൊല്ലും. കാര്യം സൈന്യത്തിലെ 85% ഹിന്ദുക്കളാണ്. രജപുത്രർക്കാണ് അതിനകത്ത് ഭൂരിപക്ഷം. മിലിറ്ററി ക്യാമ്പിൽ ഔറംഗസീബ് ക്ഷേത്രം പണിഞ്ഞു കൊടുത്തു പട്ടാളക്കാർക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അക്ബറിൻ്റെ പ്രധാനമന്ത്രി ബീർബൽ ബ്രാഹ്മണനാണ്. അക്ബറിൻ്റെ ധനകാര്യമന്ത്രി തോണ്ടർമാൽ വൈശ്യനാണ്. അക്ബറുടെ സർവ്വസൈന്യാധിപൻ മാൻസിംഗ് അദ്ദേഹം രജപുത്രനാണ്. അക്ബറിൻ്റെ മന്ത്രിസഭയിൽ 12 പേരിൽ 7 പേരും മുസ്ലിങ്ങളല്ല. ടിപ്പു സുൽത്താൻ ക്ഷേത്രം പൊളിച്ചെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു പൊളിച്ച ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറയാൻ പോകുന്നു. ഒറ്റ ക്ഷേത്രമല്ല, പൊളിച്ചത് പറയാൻ വളരെ എളുപ്പമാണ്. 120 ക്ഷേത്രങ്ങളിൽ പണിയിച്ചത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ്റെ പ്രധാന ഭാര്യ വടകരക്കാരിയായ ഉണ്ണിച്ചാറ നായർ സ്ത്രീയാണ്. ഈ നായർ സ്ത്രീക്ക് വേണ്ടി ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നൊരു ക്ഷേത്രം വെച്ചു കൊടുത്തു. ഞാൻ ശ്രീരംഗപട്ടണത്തിൽ കണ്ടിട്ടുണ്ട് ഈ ഉണ്ണിച്ചാറയ്ക്ക് വേണ്ടി പണിഞ്ഞ ക്ഷേത്രം. ഉണ്ണിച്ചാറ മുസ്ലിം ആവാൻ പറഞ്ഞോ? മുസ്ലിം ആവാൻ പറഞ്ഞില്ല. ഷീ കുഡ് കണ്ടിന്യൂ ആസ് മുസ്ലിം. മുഹമ്മദ് ബിൻ കുലി കുത്തുബ് ഷാഹി രാജ്യത്തിലെ രാജാവാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണ സ്ത്രീയെ കല്യാണം കഴിച്ചു. ബ്രാഹ്മണ സ്ത്രീ കല്യാണം കഴിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഈ പട്ടണത്തിന് എൻ്റെ പേരിടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ പേരിൽ ആദ്യം പട്ടണത്തിൻ്റെ പേരിട്ടു. 10 വർഷം കഴിഞ്ഞ് അവൾ ഇസ്ലാമായി. വിശ്വാസം ഈ ഇസ്ലാമാണെന്ന് ഞാൻ പറയത്തില്ല, വിശ്വാസം മാത്രമേ ചേരാവെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞല്ല, എനിക്ക് മുസ്ലിം ആവണം. മുസ്ലിം ആയപ്പോൾ അവൾ ഹൈദറുൻ നിസ എന്ന പേരിട്ടു. രാജാവ് പട്ടണത്തിൻ്റെ പേര് മാറ്റി, ഹൈദരാബാദ് എന്ന് മാറ്റി. ഹൈദറുൻ നിസയുടെ പേരിൽ ഹൈദരാബാദ്. ഇസ്ലാം ഒന്ന് സ്വീകരിപ്പിച്ചാ? ഇല്ലല്ല, അവൾ ഹിന്ദുവായിട്ട് തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ വർഗീയതയ്ക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കിയ ചരിത്രത്തിലെ കള്ളക്കഥകൾ ചുമ്മാതാണ്. ഇസ്ലാം ഭരിക്കുന്ന എല്ലാ രാജ്യത്തും എല്ലാ മതങ്ങൾക്കും പ്രൊട്ടക്ഷൻ കൊടുത്തു. ഇന്ത്യയിൽ വന്ന് ഹിന്ദുക്കൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു, ക്രിസ്ത്യാനികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടി. ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തു. ക്രിസ്ത്യാനികൾ കുരിശുയുദ്ധം നടത്തി ഇസ്ലാം മതത്തിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവിടുത്തെ ക്രിസ്ത്യാനികളെ മുസ്ലിം ഭരണത്തിൽ ഉപദ്രവിച്ചില്ല. അപ്പോൾ ഈ മതസൗഹാർദ്ദം ഇസ്ലാമിൻ്റെ രക്തത്തിൽ ചേർന്ന ഒരു സംഭവമാണ്. ഖലീഫ ഉമർ ജെറുസലേം പിടിച്ചടക്കി. സൊഫ്രോണിസ് ആയിരുന്നിടത്ത് ഭരണാധികാരി, ഒരു ആർച്ച് ബിഷപ്പായിരുന്നു. കീഴടങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞ ഉടനെ ഖലീഫ ഉമർ ചോദിച്ചു, സുലൈമാൻ പണിഞ്ഞ ഒരു പഴയ പള്ളി ഉണ്ടായിരുന്നല്ലോ യഹൂദന്മാരുടെ, എവിടെയാണ്? അപ്പോൾ സോഫ്രോണിസ് സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോഴേ ഈ ജെറുസലേം ദേവാലയം മുഴുവൻ വേസ്റ്റ് ഇട്ട് നിറച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കുരിശിൽ തൂക്കുന്നു, അതുകൊണ്ട് അവൻ്റെ ദേവാലയം മുഴുവൻ വേസ്റ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഖലീഫ ഉമർ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ജെറുസലേം ദേവാലയം സുലൈമാൻ പണിയിച്ചാൽ അത് നമ്മുടെയൊക്കെ പ്രവാചകനല്ലേ, അത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. പട്ടാളക്കാരത് ക്ലീൻ ചെയ്യാൻ ഉമർ വസ്ത്രമൊക്കെ മടക്കി കെട്ടി ആ വേസ്റ്റ് മുഴുവൻ അദ്ദേഹം കൂടെ കൂടുന്നു ചുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ക് വിളിച്ച ഉടനെ അത് ഖലീഫ ഉമർ പറഞ്ഞു, ഞാൻ ദൂരെ പോയി നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ആയതിനെ ഇവിടെ നിസ്കരിച്ചൂടെ? ഖലീഫ ഉമർ അതല്ല, ഞാനിവിടെ നിസ്കരിച്ചാൽ നാളെ മുസ്ലിങ്ങൾ ഇവിടെ ഒരു മോസ്ക് പണിയും, അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു 800 മീറ്റർ അവിടെ നടന്നു വന്ന് നിസ്കരിച്ചു. അദ്ദേഹം നിസ്കരിച്ച സ്ഥലത്താണ് അൽ അക്സ മോസ്ക് പണിഞ്ഞത്. ഈ യഹൂദൻ്റെ ദേവാലയം മുഴുവൻ ഖലീഫ ഉമർ സർക്കാർ ഫണ്ടിൽ നിന്ന് പണിയിച്ചു കൊടുത്തു. എന്നിട്ട് യഹൂദന്മാരവിടെ കൊണ്ട് താമസിപ്പിച്ചു. അവൻ്റെ ആചാരപ്രകാരം വിശ്വസിച്ചോളാൻ പറഞ്ഞു. യഹൂദന്മാരെ സ്പെയിനിൽ കൂട്ടക്കൊല ചെയ്തു. 2 ലക്ഷം പേരെ കൊന്നു. ഫെർഡിനാൻഡ് ഇസബെല്ല. നെപ്പോളിയൻ്റെ യുദ്ധകാലത്ത് 5 ലക്ഷം യഹൂദന്മാരെ കൊന്നു. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നു.
യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ യഹൂദന്മാർ അമേരിക്ക ചെല്ലാൻ പറഞ്ഞു. റോക്ക്ഫെല്ലർ ഇങ്ങോട്ട് കയറിയേക്കരുത്. യഹൂദന്മാർ 4 കപ്പൽ കയറി ബ്ലാക്ക് സീ കോസ്റ്റ് ചെയ്യാൻ നോക്കി. ബ്രിട്ടീഷ് പട്ടാളം സമ്മതിച്ചില്ല. 4 കപ്പൽ കടലിൽ മുക്കി യഹൂദന്മാരെ കൊന്നു. പക്ഷെ പാലസ്തീനിലെ മുസ്ലിങ്ങൾ പറഞ്ഞു, നിങ്ങളും ഞങ്ങൾ ഒരേ അബ്രഹാം നബിയുടെ മക്കളാണ്, നിങ്ങളിവിടെ വന്നോ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഈ യഹൂദന്മാരെ, ക്രിസ്ത്യാനികൾ കൊന്നുകൊണ്ടിരുന്ന യഹൂദന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ. നന്ദി കെട്ട അവന്മാർ ഇപ്പോൾ ഈ വിളിച്ചുകൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് സ്ഥലം കൊടുത്ത് താമസിപ്പിച്ചവന്മാരെ ഗാസയിൽ കയറി ആക്രമിച്ച് കൊല്ലുവാണ്. അത് പോട്ടെ, എല്ലാ മതങ്ങൾക്കും സംരക്ഷണം കൊടുത്ത മതമാണ് ഇസ്ലാം. സെക്കുലറിസം, മതനിരപേക്ഷത ലോകത്തെ പഠിപ്പിച്ചത് ഇസ്ലാമാണ്. മനുഷ്യത്വവും മതനിരപേക്ഷത കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ സ്ത്രീ സംരക്ഷണത്തിലാണ്. ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും സ്ത്രീക്ക് വസ്ത്രം ധരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. സ്പാർട്ടയിൽ രാവിലെ ഡ്രില്ലിനിറങ്ങും സ്ത്രീകൾ പൂർണ്ണ നഗ്നരായിരിക്കണം. ഈ ഡ്രില്ലിനിറങ്ങുന്ന സ്ത്രീകൾ റോമിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ അപ്പുറത്താണ് ടസ്കണീസാണ് ഒറിജിനലി റോമ സാമ്രാജ്യം ഉണ്ടാക്കിയത്. ടസ്കണിയിലെ സ്ത്രീകൾ നൂൽ വസ്ത്രം ധരിക്കാൻ പാടില്ല, കംപ്ലീറ്റ്ലി നേക്കഡ്. പഴയ ടസ്കൺ പെയിൻറ്റിങ്സ് മുഴുവൻ കണ്ടിട്ടില്ലേ, എല്ലാ സ്ത്രീകളും നഗ്നരാണ്. ഒരു സ്ത്രീ വേഷം ധരിക്കാൻ പാടില്ല. സ്ത്രീകളുടെ വലിയ നേതാക്കന്മാരുടെ സമൂഹമാണ് ആമസോണിയൻസ്. ആമസോണിലെ ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാൻ ഒക്കെയാണ്, കംപ്ലീറ്റ്ലി നേക്കഡ് ആയിട്ടാണ് അവർ നടന്നിരുന്നത്. വസ്ത്രം ധരിക്കാൻ സ്ത്രീക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ മാറു മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി 1920 വരെ സമരം ചെയ്തു. മാറു മറയ്ക്കാനൊക്കെ ഇവിടുത്തെ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാൻ, താഴ്ജാതിക്ക് മാത്രമല്ല മേൽജാതിക്കും മാറു മറയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ലോകം മുഴുവൻ സ്ത്രീയെ മാറു മറയ്ക്കാൻ അനുവദിക്കാത്ത ഒരു ലോകത്ത് പരിശുദ്ധ പ്രവാചകൻ സ്ത്രീക്ക് കംപ്ലീറ്റ് ശരീരം മറയ്ക്കാനുള്ള അവകാശം കൊടുത്തു. കാൽപാദവും മുഖം ഒഴിച്ച് കംപ്ലീറ്റ് ശരീരം മറയ്ക്കാൻ അവകാശം കൊടുത്തു. പർദ്ദയ്ക്കകത്ത് കയറി പൂർണ്ണ സംരക്ഷണം കൊടുത്തു. സ്ത്രീകളോട് തലമുടി വളർത്താൻ പറഞ്ഞു. കാർകൂന്തലിനെ വർണ്ണിക്കാത്ത കവികൾ ലോകസാഹിത്യത്തിൽ കുറവാണ്. ഈ കറുത്ത തലമുടിക്ക് വല്ല സൗന്ദര്യമുണ്ട്? യാതൊരു സൗന്ദര്യം. ഞാൻ എൻ്റെ വരോട് ക്രോപ്പ് ചെയ്തോളാൻ മതി, ഈ കുന്ത് എനിക്ക് കാണണ്ടെന്ന് തോന്നി. ഈ കറുത്ത തലമുടി എന്തിനാണ് ഈ പുരുഷൻ സ്ത്രീയോട് തലമുടി വളർത്തിച്ചത്? കാരണം വേറെ വഴക്കുണ്ടാക്കട്ടെ, സ്ത്രീ കീഴ്പ്പെട്ടില്ലെങ്കിൽ ഇവളെ കീഴ്പ്പെടുത്താൻ ഒറ്റ മാർഗ്ഗമാണ് തലമുടിയെ പിടിച്ചൊരു പിടിപിടിച്ചാൽ ഏത് സ്ത്രീയും കീഴടങ്ങിപ്പോകും. പാഞ്ചാലി ദുശാസനൻ പല വിരട്ടം നോക്കി, ഒരു രക്ഷയും കിട്ടിയില്ല. ദുശാസനൻ പാഞ്ചാലിയുടെ തലമുടി കയറി പിടിച്ചപ്പം പാഞ്ചാലി കീഴടങ്ങിപ്പോയി. അവളുടെ വസ്ത്രാക്ഷരത്തിലേക്ക് നയിച്ചത് ആ കീഴടങ്ങളാണ്. സ്ത്രീയെ കീഴ്പ്പെടുത്താൻ വേണ്ടി പുരുഷൻ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ്, നിന്റെ തലമുടിക്ക് വലിയ സൗന്ദര്യമാടി ഈ വളർത്തിക്കൂടി എന്ന് പറഞ്ഞു. നീ സ്വർണ്ണം ഇട്ടോ നിനക്ക് സൗന്ദര്യം ഉണ്ടാവും. സ്വർണ്ണം ഇട്ടോ വല്ല സൗന്ദര്യം ഉണ്ടാവുമോ? സ്വർണ്ണം കിടക്കുന്ന സ്ഥലത്തൊക്കെ തൊലി കറക്കും. ഇതല്ലാതെ സ്വർണ്ണത്തിന് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. ഈ കെയർ ഓഫിൽ കല്യാണം കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി സ്വർണ്ണം കഴിഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞാൽ സ്ത്രീയോട് പറഞ്ഞു കൊടുത്ത് കഴുത്തി സ്വർണ്ണം ഇട്ടോളാൻ, ചെവി സ്വർണ്ണം ഇട്ടോളാൻ. ശുദ്ധ കള്ള പുരുഷൻ കാണിച്ച പരിപാടിയാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, കേശാലങ്കാരവും മറ്റൊരു പരിപാടിയും വേണ്ട, തലമുടിയുള്ള ഭാഗം അങ്ങ് മറച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ലോകത്തിലെല്ലായിടത്തും ഈ മോളസ്റ്റേഷൻ റേപ്പ് നടക്കും. സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് പുരുഷൻ കയറി ആക്രമിക്കും. അറബി ദേശത്ത് യൂറോപ്പിലേക്കുള്ളതിന് 100-1 റേപ്പും മോളസ്റ്റേഷൻ നടക്കുകയില്ല. കാരണം ഈ പർദ്ദയ്ക്കകത്തുള്ള സ്ത്രീ സുന്ദരിയാണോ അല്ലാത്തതൊന്നും കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? അകത്തുള്ള സ്ത്രീ മരലിൻ മൺട്രോ ആണോ അതോ രാക്ഷസിയാണോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു രീതിയിലും സൗന്ദര്യം കണ്ടിട്ട് കയറി പിടിക്കുന്ന പ്രശ്നമില്ല. മോളസ്റ്റേഷനിൽ റേപ്പും ഇല്ല. പിന്നെ മോളസ്റ്റേഷൻ റേപ്പ് ഉണ്ടായാൽ കഠിനമായ ശിക്ഷയാണ്. സ്ത്രീകളെ മോളസ്റ്റ് ചെയ്യുന്നവനെ മുക്കാലി കെട്ടി 50 അടി ചന്തിക്ക് കൊടുക്കുക. റേപ്പ് ചെയ്യുന്നവൻ്റെ ലിംഗം അങ്ങോട്ട് ചെത്തിയിട്ട് അവനെ വെട്ടിക്കൊല്ലുക. അതുകൊണ്ടാണ് ലോകത്തിലെല്ലായിടത്തും സ്ത്രീപീഡനമുണ്ട്. മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ സ്ത്രീപീഡനം 100-1 ഉള്ളൂ. കാരണം സ്ത്രീയെ തൊട്ട് കളിച്ചാൽ ശക്തമായ ശിക്ഷ കിട്ടും മുസ്ലിം രാജ്യങ്ങളിൽ. ഈ കണ്ണിൻ്റെ ഇവിടെയുള്ള ഭാഗവും ബാക്കി ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് മറച്ചിരിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും പോർണോഗ്രാഫി ഉണ്ടായി. സ്ത്രീയുടെ നഗ്നത കാണിച്ച് ഫിലിം ഉണ്ടാക്കുക, ചിത്രം വരയ്ക്കുക. അറബി ദേശത്തെ പറ്റുമോ? പറ്റുകയില്ല. മുസ്ലിം ഭരിക്കുന്ന രാജ്യത്തിൽ പോർണോഗ്രാഫി ഇല്ല. നോ പോർണോഗ്രാഫി. സ്ത്രീയെ നഗ്നാക്കിയിട്ട് ഒരു കടക്ക് അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ആ കട അന്ന് പൂട്ടിയിരിക്കും ഇസ്ലാമിക രാജ്യമാണെങ്കിൽ. സ്ത്രീയുടെ നഗ്നത കാണിച്ച പൈസ ഉണ്ടാക്കാൻ പ്രവാചകൻ പുരുഷനെ സമ്മതിച്ചില്ല. ലോകത്തിലെല്ലായിടത്തും വേശ്യാലയമുണ്ട്. നിങ്ങൾ ന്യൂയോർക്കിലോ ലണ്ടനിലോ പോയി നോക്കിയോ 200 മീറ്റർ വേശ്യാലയമാണ്.
വാടകയ്ക്ക് സ്ത്രീകളെ കൊടുക്കുക. ഇസ്ലാമിക് രാജ്യത്ത് പ്രവാചകൻ പറഞ്ഞു ഒരൊറ്റ വേശ്യാലയം ഒക്കത്തില്ല. എന്താ സൗദി അറേബ്യയിലും ഖത്തറിലും വേശ്യാലയം ഇല്ലാത്തത്? ഇസ്ലാം മതത്തിൽ വേശ്യാലയം പെർമിസിബിൾ അല്ല. പ്രവാചകനോട് ചോദിച്ചു, ഇഹത്തിലും പരത്തിലും അള്ളാഹു പൊറുക്കാത്ത പോലെ പാപമുണ്ടോന്ന്. പ്രവാചകന്റെ മറുപടിയല്ലേ, വേശ്യാവൃത്തി ദൈവം അള്ളാഹു ക്ഷമിക്കുന്നതല്ല. അത്ര ശക്തമായി പ്രോസ്റ്റിറ്റ്യൂഷനെ നേരിട്ടത് പഠിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പെണ്ണുകട നഗ്നത കാണിച്ച് കച്ചവടം നടത്തുകയാണ്. മുസ്ലിം രാജ്യത്ത് പറ്റിയല്ല, ഇന്തോനേഷ്യ പറ്റിയല്ല, മലേഷ്യ പറ്റിയല്ല. വേശ്യാലയം നടത്താൻ യൂറോപ്പിലും അമേരിക്കയിലും പറ്റും, മുസ്ലിം രാജ്യത്ത് പറ്റിയല്ല. സ്ത്രീയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ പ്രവാചകൻ ശക്തമായി നിയമമുണ്ടാക്കി സ്ത്രീയെ സംരക്ഷിച്ചു, നഗ്നമാക്കാൻ സംശയിച്ചു. 1920 വരെ ഇവിടുത്തെ സ്ത്രീകളുടെ മാറുമറയ്ക്കാൻ സമരം നടക്കുകയാണ്. പക്ഷേ ഇതേ കേരളത്തിൽ ഒരു സ്ത്രീ മുസ്ലിം ആയാൽ അവൾക്ക് ശരീരം മുഴുവൻ മറയ്ക്കാം. കേരളത്തിൽ തന്നെ ഈ സമരം നടക്കുമ്പോൾ തന്നെ മുസ്ലിമിന് ശരീരം മുഴുവൻ മറയ്ക്കാനുള്ള അവകാശമുണ്ട് സ്ത്രീക്ക്. ഇത് ഭയങ്കരമാണ്. സാമൂഹിക പരിഷ്കർത്താക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് സ്ത്രീയുടെ മറച്ചു കൊടുത്തത്. മറച്ചു കൊടുത്തപ്പോൾ അവളെന്തെന്നറിയാമോ, ശരീരത്തിൻ്റെ പുറകുവശം ബ്ലൗസ് ഒരു കീറം കീറി പുറം മുഴുവൻ പുറത്തോട്ട് കാണിച്ചാണ് ഇപ്പോൾ സ്ത്രീകൾ നടക്കുന്നത്. ഈ മറയ്ക്കാൻ അനുവദിച്ചപ്പോഴത്തേനും പുറകുവശം തുറന്ന പറഞ്ഞ സ്ത്രീകൾ അങ്ങനെ പണി പറ്റിച്ചാലും കേരളത്തിലൊക്കെ. അപ്പോൾ സ്ത്രീയുടെ മാനം പ്രവാചകൻ രക്ഷിച്ചു. ലോകത്തിലെങ്ങും സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സ്വത്ത് വീതിക്കുമ്പം ആൺകുട്ടിയുടെ പകുതി സ്വത്ത് പെൺകുട്ടിക്ക് അവകാശമായിട്ട് നൽകി. ലോകത്തിലെല്ലായിടത്തും കല്യാണം കഴിക്കുമ്പം സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലോട്ട് സ്ത്രീധനം ഒഴുകി. പ്രവാചകൻ പറഞ്ഞു, അന്തപ്പണി വേണ്ട, സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലോട്ട് സ്ത്രീധനം പോണ്ട. പക്ഷേ പുരുഷൻ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീക്ക് മൊഹർ കൊടുത്ത് കല്യാണം കഴിച്ചോണം. അപ്പം സ്വത്ത് വീതിക്കുമ്പോൾ അച്ഛൻ്റെ സ്വത്തിൻ്റെ ആൺമക്കളുടെ പകുതി കിട്ടും, കല്യാണം കഴിക്കുമ്പോൾ ഒരു മൊഹറും കിട്ടും. രണ്ടുകൂടെ ആയപ്പോൾ സ്ത്രീ പുരുഷനേക്കാളും സമ്പത്തുള്ളവളായി മാറി. ലോകത്തിൽ ഒരു സമൂഹത്തിൽ നടക്കാത്തൊരു വിപ്ലവമാണ് പ്രവാചകൻ ഉണ്ടാക്കിയ സ്ത്രീക്ക് സാമ്പത്തികമായ അധികാരം കൊടുത്ത, സ്വത്ത് കൊടുത്ത ഒരു അനുഭവം. ഇത് ശ്രദ്ധേയമായി മനസ്സിലാക്കുമ്പോഴാണ് ലോകത്തെല്ലായിടത്തും പുരുഷന് സ്ത്രീയെ ഒഴിയാമായിരുന്നു വളരെ എളുപ്പത്തിൽ. സ്ത്രീക്ക് പുരുഷനെ ഒഴിയാൻ മാർഗം ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ എന്തെന്നറിയാമോ, പുരുഷന് സ്ത്രീയെ തലാക്കുകയല്ല, സ്ത്രീക്ക് പുരുഷനെ ഫസ്ക് ചെയ്യാൻ അവകാശം കൊടുത്തു. ഈ ഫസ്കിങ് പരിപാടി ലോകത്തിലൊരു മതത്തിലും ഉണ്ടായിരുന്നില്ല. ഫസ്ക് ചെയ്യാൻ, സ്ത്രീക്ക് പുരുഷനെ ഉപേക്ഷിക്കാൻ ലോകത്തിലൊരു മതത്തിലും മാർഗം ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ ആദ്യമായി സ്ത്രീക്ക് പുരുഷനെ ഫസ്ക് ചെയ്യാം, പുരുഷന് സ്ത്രീ തലാക്കും ചെല്ലാം, രണ്ടും ചെല്ലാം. അൺഹാപ്പി മാരിഡ് ലൈഫ് ആണെങ്കിൽ തമ്മിലടിച്ച് ജീവിതം കളയേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ്, ആ പ്രോബ്ലം. ഈ പ്രവാചകൻ ചെയ്ത മറ്റൊരു അത്ഭുതം, മറ്റ് സ്ഥലങ്ങളിൽ ഭർത്താവ് മരിച്ചാൽ സ്ത്രീയുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. ഇന്ത്യയിൽ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിലോട്ട് ഭാര്യ ചാടി ചാവണം, ഇല്ലെങ്കിൽ എടുത്തെറിയ അവളെ അങ്ങോട്ട്. പാണ്ഡു മരിച്ചപ്പോൾ മാദ്രി ചിതയിൽ ചാടി ചത്തു. ഭഗവാൻ കൃഷ്ണൻ മരിച്ചപ്പോൾ 2 ഭാര്യമാർ തീയിൽ ചാടി, ജാമ്പവതി ഉൾപ്പെടെ 2 എണ്ണം തീയിൽ ചാടി മരിച്ചു. സതി അനുഷ്ഠിക്കണം. പ്രവാചകൻ പറഞ്ഞു, വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാം. യഹൂദ മതത്തിൽ സ്ത്രീ വിധവയായാൽ പിന്നെ പരസ്യം റോഡിലിറങ്ങാൻ പാടില്ല, തല കുനിച്ചിരുന്നാണ്, തല കുനിച്ച്, യാതൊരു ഇൻകവും ഇല്ല. ആ ഒരു വിധവ സ്ത്രീ 2 ചെല്ലിക്കാശിട്ട യേശുക്രിസ്തു അഭിനന്ദിച്ചെന്നറിയാമോ? സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീ 2 ചെല്ലിക്കാശ് കൊണ്ട് ദേവാലയത്തിൽ ഇട്ടിരിക്കുക. അപ്പോൾ സ്ത്രീ ശപിക്കപ്പെട്ടവളായിരുന്ന സമൂഹത്തിൽ പ്രവാചകൻ വിവാഹം കഴിച്ചപ്പോൾ ഐഷ ഒഴിച്ച് ബാക്കി സ്ത്രീകളെല്ലാം വിധവകളായിരുന്നു. ആ വിധവ പുനർവിവാഹത്തിലൂടെ അവർക്ക് മാന്യത കിട്ടി. സ്ത്രീകളെ പ്രാപിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രവാചകൻ സുന്ദരികളായി എത്രയോ കന്യകമാർ 60 വയസ്സുണ്ടെന്ന് കല്യാണം കഴിക്കാൻ പ്രവാചകൻ വിചാരിച്ച് ഏത് സുന്ദരി കല്യാണം കഴിച്ചോണ്ടായിരുന്നു? പ്രവാചകൻ അതിന് പോയോ? ഇല്ലല്ലോ. പ്രവാചകൻ 58-68 വയസ്സുള്ള സ്ത്രീ വിവാഹം കഴിക്കുന്ന ലൈംഗിക തൃഷ്ണയ്ക്കല്ലല്ലോ, അവൾക്ക് സമൂഹത്തിലൊരു മാനം കൊടുക്കാൻ വേണ്ടി വിധവ സ്ത്രീക്ക് മാന്യത കൊടുത്തു. പ്രവാചക ഭക്തിപഥത്തിലേക്ക് അവരെ ഉയർത്തി. ഇതൊരു അത്ഭുതകരമായ മാറ്റമാണ് പ്രവാചകൻ സ്ത്രീക്ക് കൊടുത്ത മാന്യത. പേർഷ്യൻ സൈന്യവും റോമൻ സൈന്യവുമായിട്ടും ഈ യഹൂദന്മാർ യുദ്ധം ചെയ്യുമ്പോൾ പേർഷ്യൻ സൈന്യത്തിലോ ബൈസാനിയൻ സൈന്യത്തിലോ ഒരു പട്ടാളക്കാരൻ മരിച്ചാൽ അവൻ്റെ ശമ്പളം നിന്നും അവൻ്റെ കുടുംബം പട്ടിണിയായി. പക്ഷേ ഇസ്ലാമിക സൈന്യത്തിലൊരു പട്ടാളക്കാരൻ മരിച്ചാൽ സ്വർഗത്തിൽ അവന് അംഗീകാരം കിട്ടി, അവൻ്റെ ഭാര്യയ്ക്ക് പുനർവിവാഹം ചെയ്യാം, സ്വസ്ഥമായിട്ട് ജീവിക്കാം, നോ പ്രോബ്ലം. യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആണുങ്ങൾ മരിക്കും അറബ് ദേശത്ത്. മരിച്ചു കഴിഞ്ഞാൽ വിധവ സ്ത്രീകൾക്ക് ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ മരുഭൂമി കൊണ്ടുപോയി മണൽ മാറ്റി അതിനകത്തൊരു കുഴിച്ചിടും.
ഇത് ഒഴിവാക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷന് 4 ഭാര്യമാരെ വിവാഹം കഴിക്കാം. പക്ഷേ എൻ്റെ ഇരിക്കുന്ന പരിശുദ്ധ ഖുർആൻ്റെ 4-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ സെൻറ്റൻസ് ഏകഭാര്യയാണ് ഉത്തമം എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ സൂറത്തിൽ. അപ്പോൾ ഏകഭാര്യയാണ് ഉത്തമം. പക്ഷേ സ്ത്രീകൾക്ക് അധികം ഉണ്ടെങ്കിൽ ഒന്നിലേറെ പുരുഷന്മാർ ഒന്നിലേറെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാം. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ ഉണ്ടല്ലേ, 1000 പുരുഷന്മാർക്ക് 1064 സ്ത്രീകളാണ്. ക്രിസ്ത്യാനികളായ ഞങ്ങൾക്കും ഹിന്ദുക്കൾക്കും 1000 പുരുഷന്മാർ 1000 സ്ത്രീകളെ കല്യാണം കഴിച്ച 64 സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ല. അപ്പം ഞങ്ങളുടെ സമൂഹത്തിലൊക്കെ ഇപ്പം സ്ത്രീകളുടെ മാരേജ് ഏജ് 12, 18, 22, 24, 28, 30 വയസ്സിലൊക്കെ ഇപ്പോൾ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത്. കാരണം 1000 പുരുഷന്മാർ 1000 സ്ത്രീകളെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ 64 സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ല. മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രശ്നമില്ല. മുസ്ലിങ്ങൾ 1000 പുരുഷന്മാർ സർക്കാർ ഉദ്യോഗസ്ഥർ 2ാമത്തെ പെണ്ണെ കെട്ടാൻ ഒക്കെയില്ല. അല്ലാത്തവന്മാർ കച്ചവടം ചെയ്യുന്നവരൊക്കെ 2ാമത് സ്ത്രീ കല്യാണം കഴിക്കും. അപ്പോൾ 1000 പുരുഷന്മാർ 1064 കല്യാണം സർപ്ലസിനെ അബ്സോർവ് ചെയ്തു. അതുകൊണ്ട് കേരളത്തിൽ മാത്രം കുഴപ്പമില്ല, ലോകത്തെവിടെയും സ്ത്രീകൾക്ക് പ്രശ്നമില്ല. വിധവാ പുനർവിവാഹം പ്രവാചകൻ സമ്മതിച്ചോടുകൂടി സ്വത്തവകാശം കൊടുത്തു, ശരീരം മറയ്ക്കാനുള്ള മാന്യത കൊടുത്തു, ഭർത്താവിനെ ഉപേക്ഷിക്കാനുള്ള ഫസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൊടുത്തു. അങ്ങനെ സ്ത്രീയെ എംപവർ ചെയ്തു പരിശുദ്ധ പ്രവാചകൻ. ഈ എംപവർമെൻറ്റ് ലോകത്തിൽ ഒരു ജനതയ്ക്കും കിട്ടാത്തൊരു എംപവർമെൻ്റാണ് സ്ത്രീകൾക്ക് പ്രവാചകൻ കൊടുത്ത ആ അധികാരം, ആ മാന്യത എന്ന് പറയുന്ന അത്ഭുതം. അപ്പോൾ 632 പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത ശേഷം 100 വർഷം കഴിഞ്ഞപ്പോൾ 732 ആയപ്പോൾ ഇസ്ലാം 1,80,00,000 ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഉടമസ്ഥരായി. 1,80,00,000. ഇസ്ലാം ഭരിക്കുന്ന ജനവിഭാഗം 1 കോടി ക്രോസ് ചെയ്തു. 1 കോടി ജനങ്ങൾ ക്രോസ് ചെയ്തു. അപ്പോൾ ചരിത്രത്തിൽ അവിസ്മരണീയമായ സംഭവം എന്ന് ചോദിച്ചാൽ, അറബികളുടെ ആകെ അംഗസംഖ്യ 3 ലക്ഷമേ ഉള്ളൂ. 3 ലക്ഷം വരുന്ന ഒരു ജനവിഭാഗം എങ്ങനെ 2 കോടി ആളുകളെ പിടിച്ചിറക്കും? ഒരു ചതുരശ്ര കിലോമീറ്റർ ഒരാളിനെ പോലും വെക്കാൻ അറബികൾക്കില്ല. ആ 1,80,00,000 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തു. 2 കോടിയോളം ആളുകളെ ഭരിക്കുന്ന ഒരു മൂവ്മെൻ്റായി മാറി. അപ്പോൾ ലോക ചരിത്രത്തിൽ 7 നദീതര സംസ്കാരങ്ങളാണ്. അതിൽ 6 ഇസ്ലാമിൻ്റെ കയ്യിലായി. സുമേറിയൻ സംസ്കാരം മുഴുവൻ ഇസ്ലാമിൻ്റെ കയ്യിലായി. ബാബിലോണിയൻ സംസ്കാരം മുഴുവൻ ഇസ്ലാമിൻ്റെ കയ്യിലായി. അസിറിയൻ സംസ്കാരമുള്ള മേഖല മുഴുവൻ ഇസ്ലാമിൻ്റെ കയ്യിലായി. ഈജിപ്ഷ്യൻ സംസ്കാരമുള്ള സദസ്യം മുഴുവൻ ഇസ്ലാമിൻ്റെ കയ്യിലായി. കാർത്തേജിൻ്റെ പ്രസിദ്ധമായ കാർത്തേജ് ഉൾപ്പെട്ട ടുണീഷ്യ ഇസ്ലാമിൻ്റെ കയ്യിലായി. ഓക്സസ് സിവിലൈസേഷന് മുഴുവനേറിയ ഇസ്ലാമിൻ്റെ കയ്യിലായി. സൈന്ധവ നദീതര സംസ്കാരത്തിന് മുഴുവനേറിയ ഇസ്ലാമിൻ്റെ കയ്യിലായി. പേർഷ്യൻ സംസ്കാരം മുഴുവൻ ഇസ്ലാമിലായി. 7 നദീതര സംസ്കാരങ്ങളിൽ ചൈന ഒഴിച്ച് ബാക്കി 6 നദീതര സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെ കയ്യിലെത്തി 100 വർഷം കൊണ്ട്. 732 കഴിഞ്ഞ് ഇസ്ലാമിൻ്റെ ചൈത്രയാത്ര അതിഗംഭീരമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. 767 ആയപ്പോഴാണ് ബാഗ്ദാദ് പട്ടണം സ്ഥാപിച്ചത്, പ്രസിദ്ധമായ ബാഗ്ദാദ്. മെദീനയിൽ നിന്ന് അലി തലസ്ഥാനം കുഷിയിലോട്ട് മാറ്റിയിരുന്നു. അവിടുന്ന് തലസ്ഥാനം ബാഗ്ദാദിലോട്ട് മാറ്റി ഹറൂൺ അൽ റഷീദ് എന്ന പ്രഗത്ഭനായ ഭരണാധികാരി 777. അത് കഴിഞ്ഞ് ഇസ്ലാം വളരെ പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് 1992 ആയപ്പം ഇസ്ലാമിക സൈന്യം വടക്ക് ഇന്ത്യയിലോട്ട് തള്ളിക്കയറി. മുഹമ്മദ് ബാറ്റിൽ ഓഫ് തറയിന് ശേഷം കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ ഉൾപ്പെട്ട പ്രദേശങ്ങളിലേക്ക് തള്ളിക്കയറി. അതങ്ങോട്ട് തള്ളിക്കയറി ഒരു 30 വർഷം കഴിഞ്ഞപ്പോൾ തുർക്കികൾ എന്ന് പറയുന്ന ജനവിഭാഗം ഉണ്ടായിരുന്നു. അവർ ഇസ്ലാമിനെ ആക്രമിക്കാൻ വന്നതാണ്. പക്ഷേ തുർക്കികൾ മുഴുവൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാമിൻ്റെ ഭാഗമാകുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിനെ ആക്രമിക്കാൻ വന്നത് സെൽജുക്കുകൾ എന്ന് പറയുന്ന തുർക്കികളായിരുന്നു. ആ തുർക്കികൾ മുഴുവൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും തുർക്കികളുടെയും തുർക്കികളുടെയും മുഴുവൻ ഭൂപ്രദേശം ഇസ്ലാമിൻ്റെ കീഴിലാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് മംഗോളിയരുടെ വരവായിരുന്നു. 1227 മരിച്ച ജംഗിസ് ഖാൻ, അദ്ദേഹം റഷ്യ മുഴുവൻ പിടിച്ചെടുത്ത്, ചൈനയുടെ ഒരു ഭാഗം പിടിച്ചെടുത്ത്, അദ്ദേഹം സെൻട്രൽ ഏഷ്യ മുഴുവൻ പിടിച്ചെടുത്ത് കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ഇസ്ലാമിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചു. എന്നിട്ട് നേരെ ബാഗ്ദാദിന് നേരെ വന്നു. 1258 പ്രസിദ്ധമായ ബാഗ്ദാദ് യുദ്ധത്തിൽ മംഗോളിയർ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുകയും ബാഗ്ദാദ് പട്ടണം അഗ്നിക്കിരയാക്കുകയും ചെയ്തു. 3 ലക്ഷത്തോളം മുസ്ലിങ്ങൾ മരിച്ചു. അങ്ങനെ ഭയങ്കരമായ ഭീകരാവസ്ഥ ഹുലാഗു
ജംഗിസ് ഖാൻ്റെ മോനാണ് ഹുലാഗു. 1958 സ്ഥാപിച്ചു. അപ്പോഴേക്കും ഖാൻ മരിച്ചു. ഖാൻ മരിച്ചിട്ട് ഹുലാഗു തിരിച്ചുപോയി. തിരിച്ചു പോയില്ലായിരുന്നു എന്ന് സംഭവിക്കുന്ന ചരിത്രത്തിൽ വേറൊരു പ്രശ്നമാണ്. മംഗോളിയർ ഇറാഖിൽ നിന്ന് നേരെ അറേബ്യയിലോട്ടും ഈജിപ്തിലോട്ടും വന്ന് ഇസ്ലാമിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള വരവായിരുന്നു. ബാറ്റിൽ ഓഫ് ഹോംസ് നമ്പർ 1 ആരും ജയിച്ചില്ല. ബാറ്റിൽ ഓഫ് ഹോംസ് നമ്പർ 2 ആരും ജയിച്ചില്ല. അത് കഴിഞ്ഞ് 1290 ഈജിപ്ത് ഉൾപ്പെടെ മുഴുവൻ ഇസ്ലാമിക മേഖലയും പിടിക്കാൻ വേണ്ടി മംഗോൾ സൈന്യം വന്നു. അപ്പോൾ ഈജിപ്തിലെ മാമലൂക്ക് സുൽത്താനായിരുന്നു കുണ്ടൂസ്. കുണ്ടൂസ് ക്രിസ്ത്യാനികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുമായിട്ട് ഇപ്പോൾ യുദ്ധം നടന്നിട്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ യുദ്ധം ചെയ്താലുണ്ടല്ലോ മംഗോളിയർ ഞങ്ങളെ തോപ്പിച്ച ശേഷം നിങ്ങളെ കൊല്ലാൻ വരും, വേണമെന്ന് ചോദിച്ചു. ക്രിസ്ത്യാനികളോട് ഞങ്ങളോട് കൂടെ വരാമെന്നത്. അങ്ങനെ മംഗോൾ ക്രൂസൈഡിന് വന്ന ക്രിസ്ത്യാനികളും കുണ്ടൂസും കൂടെ നേതൃത്വത്തിൽ 1990 ബാറ്റിൽ ഓഫ് ഐൻ ജലൂട്ട് എന്ന് പറഞ്ഞ യുദ്ധം ഉണ്ടായി. ഗംഭീര യുദ്ധമാണ്. മുസ്ലിങ്ങളുടെ 3 ഇരട്ടിയാണ് മംഗോൾ സൈന്യം. ആ യുദ്ധത്തിൽ മംഗോളിയർ പരാജയപ്പെട്ടു. മംഗോളിയർ പരാജയപ്പെട്ടപ്പം മംഗോളിയരോടൊരു തലവനുണ്ടായിരുന്നു, അബാക്കോ ഖാൻ. അബാക്കോ ഖാൻ ചോദിച്ചു, എങ്ങനെ യുവമാർ നമ്മളെ തോൽപ്പിക്കുന്നേ മുസ്ലിങ്ങൾ? നമ്മുടെ 3 സൈന്യം മാത്രമേ ഉള്ളൂ, നമുക്ക് നല്ല ആയുധമുണ്ട്, അവൻ്റെ കയ്യിൽ എത്ര ആയുധമൊന്നുമില്ല. അപ്പോഴവരുടെ സേനാനായകൻ അബാക്കോ ഖാനോട് പറഞ്ഞു, യുദ്ധത്തിനിടയ്ക്ക് മുസ്ലിങ്ങൾ പരാജയപ്പെടുമ്പം അവന്മാർ വിളിച്ചു പറയുന്നത് കേട്ടായിരുന്നു. അതെന്ന് എന്തുവാ? മുസ്ലിങ്ങൾ തോക്കാൻ തുടങ്ങുമ്പം അല്ലാഹു അക്ബർ എന്നൊരു വിളി കേൾക്കും. വിളി കേട്ട് കഴിഞ്ഞാൽ അവന്മാർക്ക് 3 ഇരട്ടി വീര്യമാണ്. ആ വീര്യത്തിലാണ് നമ്മൾ തോറ്റുപോയെന്നത്. അപ്പോൾ അബാക്കോ ഖാൻ പറഞ്ഞു, എനിക്ക് ഈ മതത്തെ പറ്റി പഠിക്കണമെന്ന്. അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരെ 6 പേരെ അബാക്കോ ഖാൻ വിളിച്ചു വരുത്തി. 3 മാസം അവരുമായിട്ട് ചർച്ച ചെയ്ത് പരിശുദ്ധ പ്രവാചകനെ പറ്റി പരിശുദ്ധ ഖുറാനെ പറ്റി അബാക്കോ ഖാനെ മനസ്സിലാക്കി. അബാക്കോ ഖാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. 1990 ഇസ്ലാമിക സൈന്യത്തോടൊപ്പം മംഗോൾ സൈന്യം കൂടെ ഒത്തുചേർന്നു. മംഗോൾ സൈന്യം ഇസ്ലാമിക മുസ്ലിം മതത്തിൽ വിശ്വസിക്കുകയും അവരൊന്നാവുകയും ചെയ്തപ്പം ലോകത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്തൊരു ശക്തിയായി അവർ മാറി. പരിണത ഫലം പിന്നെ ഒരു 100 വർഷം കൊണ്ട് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, നമ്മൾ സ്ഥാനുകൾ എന്ന് വിളിക്കുന്ന 6 രാജ്യങ്ങൾ. കസാക്കിസ്ഥാൻ തന്നെ 27 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. കസാക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഈ 7 രാജ്യങ്ങൾക്ക് 65 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ 32 ലക്ഷമാണ്. അതിൻ്റെ നേരെ ഇരട്ടിയാണ് ഈ അബാക്കോ ഖാൻ മംഗോൾസ് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞാൽ മംഗോളിയരിലെ ചൈനയിലുള്ളവരും മംഗോളിയയിലുള്ളവരും ബുദ്ധമതം സ്വീകരിച്ചു. ബാക്കിയുള്ള മുഴുവൻ മംഗോൾസും ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ 1990 7 സ്ഥാനുകൾ പിടിച്ചിറക്കിയിട്ട് മുന്നേറുമ്പോഴാണ് വളരെ പ്രസിദ്ധനായ തിമൂർ ലാങ് എന്ന് പറയുന്ന ഭരണാധികാരി, അയാളുടെ അപ്പൻ ഒരു കാടനായിരുന്നു മലയാളത്തിൽ പറഞ്ഞാൽ, അയാൾ സൈന്യവുമായിട്ട് ഇങ്ങനെ ആക്രമിച്ച് കയറി വരുമ്പം അയാളുമായി ഇസ്ലാമിക പണ്ഡിതന്മാർ ചർച്ച നടത്തി. സൈന്യം കടന്നു പോവുകയാണ് ആയുധമായിട്ട്. ഇതൊന്നും പ്രശ്നമാക്കാതെ കുറേ മുസ്ലിങ്ങൾ അവിടെ മുട്ടുകുത്തി നിസ്കരിക്കുകയാണ്. അയാൾ ചോദിച്ചു, ഇതെന്തൊരു മനുഷ്യരോടാപ്പാ, ഇത്രയും സൈന്യവും ഏത് സമയത്തും വെട്ട് കിട്ടും, കൊല്ലപ്പെടും, ഇതൊന്നും യുവമാർക്ക് പ്രശ്നമല്ല, ഇതിന് നടുക്കുന്നവരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, ഇതെന്തൊരു വിശ്വാസമാണ്? അപ്പോൾ തിമൂർ ലാങ്ങിൻ്റെ അപ്പൻ മുസ്ലിം പണ്ഡിതന്മാരെ വിളിച്ചു, എന്താ നിങ്ങളുടെ മതം, എന്തോ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ നിസ്കരിക്കുന്നതിനെ പറ്റിയും ഇസ്ലാം മതത്തിൻ്റെ മഹത്വവും തിമൂർ ലാങ്ങിൻ്റെ അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി. തിമൂർ ലാങ്ങിൻ്റെ അപ്പൻ ഇസ്ലാം മതം സ്വീകരിച്ചു. തിമൂറിന് അന്ന് 7 വയസ്സേ ഉള്ളൂ. തിമൂറും ഇസ്ലാം മത വിശ്വാസിയായി. പിന്നെ അയാൾ നടത്തിയ യുദ്ധം പകുതി മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഈജിപ്റ്റ് വരെ പോയി ഇന്ത്യയിലോട്ട് തള്ളിക്കയറി ഡൽഹിയിൽ വന്ന് 1 ലക്ഷം പേരെ കൊന്നു എന്നൊക്കെയാണ് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. തിമൂറും കൂടെ ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടി റഷ്യയിലോട്ടും മംഗോളിയുടെ അവിടം വരെ ഇസ്ലാം മതം പരന്നു എന്നുള്ളതാണ്. 1400s എത്തിയപ്പോഴേക്കും പരന്നു. 1440s കഴിഞ്ഞപ്പം ഇന്ത്യയിൽ നിന്ന് കച്ചവടക്കാരായ മുസ്ലിങ്ങൾ മലേഷ്യയിലേക്ക് പോയി. മലേഷ്യയിലോട്ട് പോയി 1460 to 1500 ആയപ്പോഴേക്കും മലേഷ്യ മുഴുവൻ ഇസ്ലാമിലായി. 1570 കഴിഞ്ഞപ്പോഴേക്കും മുസ്ലിം വ്യാപാരികൾ ഇന്തോനേഷ്യയിൽ പോയി.
22,000 ദ്വീപുകളും 22 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുള്ള ഇന്തോനേഷ്യ ഇസ്ലാം മതത്തിലെത്തി. ഒരു സൈന്യം പോയിട്ടില്ല മലേഷ്യയിലോട്ട്, ഇന്തോനേഷ്യയിലോട്ട്. അവിടെ എത്തി. 1453 ഇസ്ലാമിക സൈന്യം മുഹമ്മദ് അലി രണ്ടാമൻ എന്ന് പറയുന്ന തുർക്കി സുൽത്താൻ, 22 വയസ്സേ ഉള്ളൂ, അവൻ കയറി കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചു. അങ്ങനെ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിങ്ങൾ പിടിച്ചു. അതോടുകൂടി 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുള്ള ക്രിസ്തുമതത്തിൻ്റെ കേന്ദ്രമായിരുന്ന പൗലോസപ്പോസ്തലൻ്റെ സ്ഥലമുണ്ടായിരുന്ന തുർക്കി ഇസ്ലാം മതവിശ്വാസത്തിൽ വന്നു 1453. 1492 ക്രിസ്ത്യാനികൾ സ്പെയിനും പോർച്ചുഗലും തിരിച്ചു പിടിച്ചു. ഫെർണാണ്ടോ ഇസബെല്ലയുടെ മേളിൽ മുസ്ലിങ്ങൾ സ്പെയിനിലും പോർച്ചുഗലിൽ നിന്ന് ഉത്തരാഫ്രിക്കയിലോട്ട് വന്നു. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രം കൊണ്ട് എടുക്കുമ്പോൾ ഇപ്പോൾ ഇസ്ലാം വന്ന് നിൽക്കുന്നത് അവിശ്വസനീയമായ ഒരു കണക്കിലാണ്. 67 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഈ 67 ഇസ്ലാമിക രാജ്യങ്ങളുടെ ആകെ ഏറിയ 3,30,00,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ, ഭാരതത്തിൻ്റെ ടോട്ടൽ ഏരിയ 32 ലക്ഷമാണ്. ഇന്ത്യയുടെ 11 ഇരട്ടിയാണ് ഇസ്ലാം ഭരിക്കുന്ന രാജ്യങ്ങളുടെ വിസ്തീർണം, 3,30,00,000 കിലോമീറ്റർ. ഇസ്ലാമിൻ്റെ ആകെ ജനസംഖ്യ അത്ഭുതാവഹമാണ്. രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞപ്പം സുന്നി മുസ്ലിങ്ങൾ 7 കോടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 77 വർഷം കൊണ്ട് സുന്നി മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 170 കോടി ക്രോസ് ചെയ്തിരിക്കും, 170 crores. ആണ്ടിൽ 10%, 12%ലാണ് ഇസ്ലാമിൻ്റെ വളർച്ച, സുന്നി ഇസ്ലാമിൻ്റെ വളർച്ച. 7 കോടി 8 കോടി രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സുന്നികൾ ഇപ്പോൾ 170 കോടി ക്രോസ് ചെയ്തു. അതായത് ലോകത്തിലെ ടോട്ടൽ മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 216 കോടിയായി മാറിയിരിക്കുന്നു. അങ്ങനെ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച അത്ഭുത പുരുഷനാണ് പരിശുദ്ധ പ്രവാചകൻ. പ്രവാചകനെ ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വശത്തിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് ലോകത്തിൽ പ്രവാചകനുണ്ടാക്കിയ വലിയ മാറ്റം.